ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് പ്രോനൗൺസ് ആണ്. ഐ ആൻഡ് മീ. ഒരുപാട് പേര് മിസ്റ്റേക്ക് വരുത്തുന്നതാണ് ഇത്. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോയിൻ്റ് ആണത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ലെസൺ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അത് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഉപയോഗം എന്ന് നമുക്ക് ഇന്നത്തെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാം. എവിടെയാണ് ഐ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് മീ ഉപയോഗിക്കേണ്ടത് എന്ന് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലെസൺ കഴിയുമ്പോഴേക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ഐ എന്ന് പറഞ്ഞാലും മീ എന്ന് പറഞ്ഞാലും രണ്ടും പ്രോനൗൺസ് ആണ്. പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നിൽക്കുന്ന വേർഡാണ്, പകരം ഉപയോഗിക്കുന്ന വേർഡാണ് പ്രോനൗൺ. വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഐ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ആയിട്ടാണ്, അതല്ലെങ്കിൽ അത് ഒരു സബ്ജക്റ്റ് പ്രോനൗൺ ആണ് എന്ന് പറയാം. മീ ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ മീ ഒരു ഓബ്ജക്റ്റ് പ്രോനൗൺ ആണ് എന്ന് പറയാം. അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഒരു സെൻറ്റൻസിൽ ഒരു ആക്ഷൻ ഉണ്ടാവില്ലേ, ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. അതേസമയം ഓബ്ജക്റ്റ് എന്താ, ആ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാണ് ഓബ്ജക്റ്റ്. അപ്പോൾ ഐ എന്നത് സബ്ജക്റ്റും മീ എന്നത് ഓബ്ജക്റ്റും ആണ് എന്ന് പറഞ്ഞല്ലോ. ഒരു എക്സാമ്പിൾ പറയാം. ഐ കോൾഡ് ജോൺ. ഞാൻ ജോണിനെ വിളിച്ചു. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, കാരണം ഞാനാണ് ആക്ഷൻ ചെയ്യുന്നത്, ഞാനാണ് വിളിച്ചത്. അപ്പോൾ ഐ അവിടെ സബ്ജക്റ്റാണ്. നമുക്കവിടെ ഐ എന്ന പ്രോനൗൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, മീ അല്ല. ഇനി ജോൺ കോൾഡ് മീ. ജോൺ എന്നെ വിളിച്ചു. അവിടെ മീ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഓബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജോൺ എന്നെ വിളിച്ചു എന്നാണ്. ജോൺ ആണ് ആക്ഷൻ ചെയ്ത ആൾ, വിളിച്ച ആൾ ജോണാണ്, ഞാൻ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മീ എന്നത് ഓബ്ജക്റ്റ് പ്രോനൗൺ ആണ്. അത് ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് മീ ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ടോക്ക് ടു മേരി. ഞാൻ മേരിയോട് സംസാരിച്ചു. അവിടെ ആക്ഷൻ ചെയ്യുന്ന ആൾ ഞാനാണ്, അതുകൊണ്ട് ഐ. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഐ. മേരി ടോക്ക് ടു മീ. മേരി എന്നോട് സംസാരിച്ചു. അവിടെ സബ്ജക്റ്റ് മേരിയാണ്, മീ എന്നത് ഓബ്ജക്റ്റാണ്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. മേരി ടോക്ക് ടു മീ എന്ന് പറയുമ്പോൾ അവിടെ ടു എന്ന ഒരു പ്രപ്പോസിഷൻ യൂസ് ചെയ്തു ഇല്ലേ. ആ ടു എന്ന ഒരു പ്രപ്പോസിഷൻ അത് ഒരു ക്ലൂ ആണ്. അവിടെ ഐ അല്ല മീ ആണ് ഉപയോഗിക്കേണ്ടത് എന്നത്. കാരണം അങ്ങനെ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് വരുന്നത് ഓബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കും. ടു മീ, ഫോർ മീ, ബിഫോർ മീ, ബിഹൈൻഡ് മീ, ഇൻ ഫ്രണ്ട് ഓഫ് മീ, വിത്ത് മീ, ആഫ്റ്റർ മീ, ഇങ്ങനെയൊക്കെയല്ലേ യൂസ് ചെയ്യുക. പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് വരുന്നത് ഓബ്ജക്റ്റ് പ്രോനൗൺ തന്നെയാണ്. പിന്നെ വേറൊന്ന്, സബ്ജക്റ്റ് സാധാരണയായിട്ട് ആദ്യം ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം ബിഗിനിങ്ങിൽ തന്നെയാണ് വരിക. അതേസമയം ഓബ്ജക്റ്റ് സാധാരണയായിട്ട് എൻഡിൽ, ഒരു സെൻറ്റൻസിൻ്റെ എൻഡിൽ ആണ് വരിക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിൾസിലൊക്കെ വൺ സബ്ജക്റ്റ് അതുപോലെ വൺ ഓബ്ജക്റ്റും ആണുള്ളത് അല്ലേ. പക്ഷേ ഇതിൽ കൂടുതൽ, ഒരു സെൻറ്റൻസിൽ കൂടുതൽ മൾട്ടിപ്പിൾ സബ്ജക്ട്സ്, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് അതുപോലെ ഒന്നിൽ കൂടുതൽ ഓബ്ജക്റ്റും ഉണ്ടാവാം അല്ലേ. അപ്പോൾ അത്തരം എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ലൈസ ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. ലൈസ ആൻഡ് ഐ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് സബ്ജക്റ്റുകളുണ്ട്, ലൈസ ആൻഡ് ഐ. അവിടെ ഐ സബ്ജക്റ്റാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഐ ഉപയോഗിച്ചു, മീ അല്ല ഉപയോഗിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾ, ദ ഗിഫ്റ്റ് ഈസ് ഫ്രം ലൈസ ആൻഡ് മീ. ദ ഗിഫ്റ്റ് ഈസ് ഫ്രം ലൈസ ആൻഡ് മീ. ഇവിടെ ലൈസ അതുപോലെ മീ അത് രണ്ടും ഓബ്ജക്റ്റാണ്, അതുകൊണ്ട് മീ ഉപയോഗിച്ചു. ഇവിടെ നോക്കൂ, പ്രപ്പോസിഷൻ ഫ്രം, ഫ്രം കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഫ്രം മീ, ഫ്രം ലൈസ ആൻഡ് മീ, ഫ്രം മീ ടു മീ, അങ്ങനെ പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ഓബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. വേറൊരു എക്സാമ്പിൾ, ജെയിംസ് ആൻഡ് ഐ ഹാഡ് ലഞ്ച്. ജെയിംസ് ആൻഡ് ഐ അവിടെ സബ്ജക്റ്റാണ്, ജെയിംസ് എന്നുള്ളത് സബ്ജക്റ്റാണ്, ഐ എന്നുള്ളതും സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഐ ഉപയോഗിച്ചു. ജെയിംസ് ആൻഡ് മീ അല്ല ഉപയോഗിക്കേണ്ടത്, കാരണം അവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഐ.
ദേ പ്രൊമോട്ടഡ് ജെയിംസ് ആൻഡ് മീ. ഈ സെൻറ്റൻസിൽ ദേ പ്രൊമോട്ടഡ് ജെയിംസ് ആൻഡ് മീ എന്ന സെൻറ്റൻസിൽ ജെയിംസ് എന്നതും മീ എന്നതും ഓബ്ജക്റ്റാണ്. ജെയിംസ് ആൻഡ് മീ. അതേസമയം ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ ജെയിംസ് ആൻഡ് ഐ എന്നാണ് ഉപയോഗിച്ചത്. യു ആൻഡ് ഐ ആർ ഇൻ ദിസ് ഫോട്ടോ. ഈ ഫോട്ടോയിൽ നീയും ഞാനും ഉണ്ട് എന്നാണ്. പക്ഷേ അവിടെ യു എന്നതും ഐ എന്നതും സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് അല്ലേ? സബ്ജക്റ്റ് അതിൻ്റെ ഫങ്ഷനാണ് അവിടെ ആ സെൻറ്റൻസിൽ യു ആൻഡ് ഐ ചെയ്യുന്നത്. രണ്ട് സബ്ജക്റ്റുകളുണ്ട് അവിടെ. ഇറ്റ്സ് യു ആൻഡ് മീ ഇൻ ദിസ് ഓൾഡ് ഫോട്ടോ. അവിടെയും മീനിങ് ഒന്ന് തന്നെയാണ്, പക്ഷേ അവിടെ യു അതുപോലെ ഐ എന്നത് ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിലാണ്. ഓബ്ജക്റ്റിൻ്റെ പൊസിഷനല്ലേ അതിന്. ഇറ്റ്സ് യു ആൻഡ് മീ ഇൻ ദിസ് ഓൾഡ് ഫോട്ടോ എന്നാണ്. അപ്പോൾ മീ ഉപയോഗിച്ചു. ഇവിടെ ഇറ്റ് ഈസ് യു ആൻഡ് മീ എന്ന് പറഞ്ഞല്ലോ. ഇറ്റ് ഈസ്. ഈസ് എന്ന ആ ഒരു വേർബ് കഴിഞ്ഞിട്ട് എപ്പോഴും ഓബ്ജക്റ്റ് പ്രോനൗൺ ആവും വരുന്നത്. യു ആൻഡ് മീ. അതും ഒരു ക്ലൂ ആണ്. ഇപ്പോൾ നമ്മൾ രണ്ട് സബ്ജക്റ്റാണ് ഉപയോഗിച്ചത്. അതിലും കൂടുതൽ സബ്ജക്റ്റുകളാവാമല്ലോ. ലൈസ ആൻഡ് ഐ എന്ന് പറയുന്നത് പോലെ തന്നെ ലൈസ, ഗീത, ജെയിംസ്, ജോൺ ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. അവിടെ കൂടുതൽ സബ്ജക്റ്റുകൾ ഉപയോഗിച്ചു. 5 ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐ എന്ന് പറയുന്നത് ലാസ്റ്റ് ആണ്. അതാണ് ഒരു മോർ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വേ. ആദ്യം ഐ അല്ല പറയുക. ജെയിംസ്, ജോൺ, ഗീത, ലൈസ ആൻഡ് ഐ ആർ ഫ്രണ്ട്സ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഐ എന്നത് സബ്ജക്റ്റ് പ്രോനൗണാണ്, മീ എന്നത് ഓബ്ജക്റ്റ് പ്രോനൗണാണ്. അത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചാൽ ഒരിക്കലും തെറ്റുവരില്ല. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, മൈ ഫ്രണ്ട് ആൻഡ് ഡാഷ് പ്ലാൻഡ് ദ പാർട്ടി. പാർട്ടി പ്ലാൻ ചെയ്തത് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടിയാണ് എന്നാണ്. രണ്ട് സബ്ജക്റ്റുകളുണ്ട്. മൈ ഫ്രണ്ട് ആൻഡ് ഐ ആണ്. കാരണം മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്നുള്ളത് അവിടെ സബ്ജക്റ്റിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത് ആ സെൻറ്റൻസിൽ. അപ്പോൾ മൈ ഫ്രണ്ട് ആൻഡ് ഐ. അടുത്തത്, ദിസ് ഷർട്ട് ഡസൻറ്റ് ഫിറ്റ് ഡാഷ്. അവിടെ മീ ആണോ ഐ ആണോ വേണ്ടത്? ഡസൻറ്റ് ഫിറ്റ് മീ. കാരണം അവിടെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിലാണ് മീ. സീന ആൻഡ് ഡാഷ് മെറ്റ് ഹിം ടുഡേ. സീനയും ഞാനും അവനെ ഇന്ന് കണ്ടു എന്നാണ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഐ ആണോ മീ ആണോ വേണ്ടത്? ഐ അല്ലേ? ഐ ആണ് ആൻസർ. സീന ആൻഡ് ഐ. അടുത്തത്, ജെയിംസ്, ജെയിൻ ആൻഡ് ഡാഷ് വെൻറ്റ് ടുഗദർ. ഒരുമിച്ച് പോയി എന്നുള്ളതാണ്. അവിടെ ജെയിംസ്, ജെയിൻ, പിന്നെ വേണ്ടതും അവിടെ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ തന്നെയാണ്. അപ്പോൾ വേണ്ടത് ഐ. നെക്സ്റ്റ് വൺ, ഷീ കോൾഡ് ഡാഷ് യെസ്റ്റർഡേ. അവിടെ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഐ ആണോ മീ ആണോ വേണ്ടത്? മീ. ഷീ കോൾഡ് മീ യെസ്റ്റർഡേ. നെക്സ്റ്റ് വൺ, ഈസ് ദിസ് ഫോർ ഡാഷ്. അവിടെ ഈസ് ദിസ് ഫോർ ഐ ആണോ മീ ആണോ വേണ്ടത്? അവിടെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനാണ്. പിന്നെ വേറൊരു ക്ലൂവും കൂടിയുണ്ട്. ഫോർ എന്നുള്ള ഒരു പ്രെപ്പോസിഷനുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഓബ്ജക്റ്റ് പ്രോനൗൺ തന്നെ ആയിരിക്കും. അപ്പോൾ മീ. ദേ താങ്ക്ഡ് ഡാഷ് മെനി ടൈംസ്. അവർ ഒരുപാട് പ്രാവശ്യം താങ്ക്സ് പറഞ്ഞു എന്നാണ്. ദേ താങ്ക്ഡ് മീ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പറയാം. അത് ഓർത്തിരുന്നാൽ ഒട്ടും തെറ്റുവരില്ല. ഐ വിൽ കോൾ യു ഓർ യു കോൾ മീ. ഐ വിൽ കോൾ യു എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് പ്രോനൗണാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ അവിടെ ഉപയോഗിച്ചു. യു കോൾ മീ എന്ന് പറയുമ്പോൾ അവിടെ റിസീവറാണ്. ആ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മീ ഉപയോഗിച്ചു. ഐ വിൽ കോൾ യു ഓർ യു കോൾ മീ.